എൻ്റെ പേര് സ്വപ്ന. ഞാൻ പുതിയറ കൃഷിഭവൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് നിന്ന് വരുന്നു. നമ്മളെ ഇവിടെ നമ്മളെ കൃഷിഭവൻ്റെ പേരിൽ വരുന്ന വൈഗ എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മളെ പാർലമെൻറ്റ് കൃഷിക്കാരുടെ പാർലമെൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഞാൻ ഷീജ കനകൻ, കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ കോഴിക്കോട് പുതിയറ കൃഷിഭവനിലെ ഔട്ട്ലെറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നത്. ഇതൊരു പുതിയൊരു അനുഭവമാണ്. എല്ലാ ജില്ലകളിലുള്ള കർഷകരുടെ ഒരു സമ്മേളനമാണ്. നമ്മുടെ മന്ത്രി പറഞ്ഞ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു പാർലമെന്റാണ് ഇത്, കർഷക പാർലമെന്റ്. നല്ല എല്ലാ വർഷവും ഇത് തുടരുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. തുടർന്നും ഇത് നടക്കട്ടെ. എല്ലാ വിജയാശംസകളും നേരുന്നു. എല്ലാ കർഷകരായിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റി. എല്ലാവരുടെയും പ്രശ്നങ്ങളും ഒരുവിധം പ്രശ്നങ്ങളൊക്കെ അതിൽ അവതരിപ്പിച്ചു. നല്ലൊരു അനുഭവമായിരുന്നു. ഓക്കെ, താങ്ക് യു. ഞാൻ ഷാജഹാൻ, തവനൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. ഈ കർഷക പാർലമെന്റ് വളരെ ഒരു പുതിയ അനുഭവമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെ അപൂർവമായി കിട്ടുന്ന ഒരു ഭാഗ്യം ആയതിനെ കാണുന്നു. അതേ സമയത്ത് ഈ നിയമസഭ നടപടികൾ എങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് വളരെ ലൈവായിട്ട് കാണാനും അത് ഒറിജിനലായി അതിൻ്റെ ഏറ്റവും നല്ല മികച്ച ആളുകളെ കൊണ്ട് തന്നെ ഞങ്ങളെ പരിചയപ്പെടുത്താനും കൃഷിമന്ത്രിയും പിന്നെ മുൻ കൃഷിമന്ത്രി കൂടിയുള്ള മുല്ലക്കര രത്നാകരൻ സാറ് തന്നെയാണ് സഭാധ്യക്ഷനായത്. അതിനുശേഷം ഇവിടെ കർഷകരുടെ പ്രശ്നങ്ങൾ, അവരുടെ ഏറ്റവും ആഴത്തിലുള്ള പ്രശ്നങ്ങൾ അതിനെ ഏറ്റവും അറിയിക്കേണ്ട സ്ഥലത്ത് തന്നെ അറിയിക്കുകയും അതിനെ സഹായകമായിട്ടുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇത് ചൂണ്ടിക്കാണിക്കാൻ പറ്റി. ഈ ചർച്ച ഇനിയും നടക്കണം. ഇതേമാതിരിയുള്ള സമരങ്ങളും ഇതേമാതിരിയുള്ള ചർച്ചകളും ഇനിയും കൊണ്ടുപോകണം എന്നുള്ള ഇത് ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു. ഇത് ഒരു തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഷാജഹാൻ. എൻ്റെ പേര് CM ബബീഷ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് വൈഗ 2026 കർഷക പാർലമെൻറ്റിൽ പങ്കെടുത്തത്. ജീവിതത്തിലെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു വൈഗ പാർലമെൻറ്റ്, കർഷക പാർലമെൻറ്റ് എന്ന് പറയുന്ന പരിപാടി. കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ ചരിത്രത്തിൽ തന്നെ ആദ്യ സംരംഭം എന്ന രീതിയിലാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഈ പരിപാടിക്കകത്ത് നമ്മുടെ കാർഷിക മേഖലയിലെ നിരവധിയായ പ്രശ്നങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായ വ്യക്തതയുള്ള മറുപടികൾ ഇതിനകത്ത് നമുക്ക് ലഭിക്കുകയുണ്ടായി. പ്രശ്നങ്ങൾ അവതരിപ്പിക്കപ്പെടുക മാത്രമായിരുന്നില്ല ഈ പരിപാടിക്കകത്ത്, പുതിയ ആശയങ്ങളും പുതിയ നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കപ്പെടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഇന്ന് നെൽകർഷകർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് കർഷകരുടെ നേതൃത്വത്തിൽ ഒരു അടിയന്തര പ്രമേയം തന്നെ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. അത് രാജ്യചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കർഷകർ ഒത്തുചേർന്നുകൊണ്ട് നിയമസഭ അല്ലെങ്കിൽ സഭയുടെ സ്വഭാവത്തിൽ തന്നെ ഒരു അടിയന്തര പ്രമേയവും അവരുടെ പ്രതിഷേധവും, ആ പ്രതിഷേധം കേവല രാഷ്ട്രീയപരമായ പ്രതിഷേധമായിരുന്നില്ല. അത് കേരളത്തിൻ്റെ പ്രകൃതിയെ സംബന്ധിച്ച്, പരിസ്ഥിതിയെ സംബന്ധിച്ച്, ഉൽപ്പാദനത്തെ സംബന്ധിച്ചെല്ലാം വളരെ വ്യക്തതയോടുള്ള കാഴ്ചപ്പാടുകൾ കർഷക പ്രതിനിധികൾ മുന്നോട്ട് വയ്ക്കപ്പെടുകയായിരുന്നു. ഈ സഭാ നടപടികൾ നിയന്ത്രിക്കപ്പെട്ട മുല്ലക്കര രത്നാകരൻ മുൻ കൃഷി വകുപ്പ് മന്ത്രിയും ദീർഘകാലം നിയമസഭാ സാമാജികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ നവകേരള സൃഷ്ടിയിൽ നിർണായകമായി പങ്കുവഹിക്കുന്ന കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദിൻ്റെ നിർദ്ദേശങ്ങൾ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളെല്ലാം പുതിയ അനുഭവവും പുതിയ കാർഷിക മേഖലയ്ക്കുള്ള ചുവടുവെപ്പുമായി മാറിയിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും വൈഗയ്ക്ക് നേരുന്നു. തുടർന്നും മറ്റു വർഷങ്ങൾക്കകത്ത് കർഷക പാർലമെന്റ് പോലെയുള്ള കർഷകരുടെ ആവശ്യങ്ങൾ, കർഷകരുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ കേൾക്കുന്ന ഇത്തരത്തിലുള്ള നല്ല മാതൃകാപരമായ പ്രവർത്തനങ്ങൾ വീണ്ടും ഏറ്റെടുക്കണമെന്ന അഭ്യർത്ഥന കൂടി മുന്നോട്ട് വയ്ക്കുന്നു.